എത്ര വയസ്സുണ്ട് ചാ? 22 വയസ്സാണ്. 72. അതൊന്നും പ്രശ്നം 72 കണ്ടാ പറയത്തില്ല. ഹലോ, എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നമ്മളിന്ന് ഈ ഒരു എപ്പിസോഡിൽ പുതിയൊരു അതിഥിയുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇത് പ്രിയപ്പെട്ട തോമസ് കുട്ടിച്ചാൻ കുട്ടനാട് നിന്ന് വന്നാണ് അല്ലേ ഏട്ടാ? സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ എറണാകുളത്ത് ജോലി ചെയ്യുന്നു. എന്താ ജോലി ചെയ്യുന്നത്? അവിടെ ബിൽഡിങ്ങിന്റെ കെയർടേക്കറാണ്, ഒരു ഓഡിറ്റോറിയത്തിന്റെ കെയർടേക്കറാണ്. അതെ അല്ലേ? പിന്നെ പാലക്കാട് കൃഷിയുണ്ട്. പിന്നെ പാടും, യൂട്യൂബറാണ്, ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്. ഓക്കെ. പിന്നെ ജയിലിനെ കിട്ടിയ നമുക്ക് ാണ്. ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ വൈഫ്, 3 മക്കള്. അതെല്ലേ? മക്കളെല്ലാം മാരീഡാണ്, ജോലിക്കാരാണ്. അതെല്ലേ? അപ്പോൾ ഞാനൊരു ഇൻട്രോയ്ക്ക് വേണ്ടി പറഞ്ഞാണെങ്കിലും ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. അച്ഛനവിടെ വലിയൊരു കൃഷി സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെ കൃഷി? വാഴകളോ, കപ്പ, കോവയ്ക്ക എല്ലാം ഉണ്ട്. വലിയൊരു കൃഷിക്കാരനാണ്. അപ്പോൾ എനിക്കത് കണ്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അച്ഛൻ അത്യാവശ്യം പാടുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ സ്റ്റുഡിയോട്ട് വാ. അച്ഛന് വലിയ ആഗ്രഹം കേട്ടോ, സ്റ്റുഡിയോ പാട്ട് പാടാനായിട്ട് വലിയ ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വാ, നമുക്ക് സ്റ്റുഡിയോ ഉണ്ടല്ലോ, പാടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ ഇന്ന് ആലപ്പുഴ നിന്നാണ് ഇന്ന് വന്നത്? എറണാകുളത്ത് നിന്നാണോ? ഞാനാണ് ജോലിസ്ഥലത്ത് വരും. എറണാകുളത്ത് നിന്ന് ഇന്ന് വന്നു. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം? പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? യൂട്യൂബിലൊക്കെ ഫേസ്ബുക്കിൽ എന്റെ പാട്ടെല്ലാം കൃഷിയുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അച്ഛന് യൂട്യൂബ് ചാനലുണ്ട്, ഐ ആം തോമസ് അന്തോണി. അതിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ കാണാറുണ്ട് കൃഷിയും കാര്യങ്ങളൊക്കെ അല്ലേ അച്ഛൻ്റെ? അങ്ങനെയുള്ള കാര്യങ്ങൾ, പാട്ടുകളൊക്കെ അച്ഛൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കിന്റെ പേര് തോമസ് ആന്റണി. നിങ്ങൾ ആ പേജും വിസിറ്റ് ചെയ്യണം, മറക്കരുത്. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോയാലോ? അച്ഛൻ ഏത് പാട്ടാ പാടാൻ പോന്നേ? അച്ഛനെ ഞങ്ങൾ ആദ്യം പരിചയപ്പെട്ട സമയത്ത് പറഞ്ഞു, എൻ്റെ അടുത്ത് ആദ്യം എന്നെ ഫോൺ വിളിച്ചാൽ പരിചയപ്പെടുന്നത്. എന്നോട് പറഞ്ഞു എനിക്ക് പ്രായം കുറച്ച് കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് സംശയങ്ങളൊക്കെ, അപ്പോൾ പാട്ട് പാടിക്കഴിഞ്ഞാൽ എങ്ങനെ ആകുന്നത്. ഞാൻ പറഞ്ഞു പ്രായം ഒന്നും പാട്ടിന് പ്രശ്നമല്ലല്ലോ. എത്ര വയസ്സുണ്ട് ചാ? 22 വയസ്സാണ്. 72. അതൊന്നും പ്രശ്നം 72 കണ്ടാ പറയത്തില്ല. അപ്പോ നമുക്ക് പാട്ടിലേക്ക് പോവാം. നീ മധുപകരു മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ, നീ മധുപകരു മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ, നീ മായല്ലേ മറയല്ലേ നീളും നിലാവൊളിയേ, നീ മധുപകരു മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ. മണിവിളക്കു വേണ്ട, മുകിൽ കാണേണ്ട ഈ പ്രേമസല്ലാപം, മണിവിളക്കു വേണ്ട, മുകിൽ കാണേണ്ട ഈ പ്രേമസല്ലാപം, കളി പറഞ്ഞിരിക്കെ കിളി തുടങ്ങിയല്ലോ സല്ലാപ സംഗീതം, ഇരു കരളുകിളി വിരുന്നു വന്നു മായാത്ത മധുമാസം, നീ മായല്ലേ മറയല്ലേ നീല നിലാവൊളിയേ, നീ മധുപകരു മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ. മാനം കഥ പറഞ്ഞു താരം കേട്ടിരുന്നു ആകാശമണിയറയിൽ, മാനം കഥ പറഞ്ഞു താരം കേട്ടിരുന്നു ആകാശമണിയറയിൽ, നീ അറിയാതെ നിൻ ഹൃദയമതിൽ ഞാൻ ചോരനായി കിടന്നു, ഉയിരറിയാതെ ഉലകറിയാതെ നിൻ മാനസം കവർന്നു, നീ മായല്ലേ മറയല്ലേ നീല നിലാവൊളിയേ, നീ മധുപകരു മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ. അങ്ങനെ പ്രിയമുള്ളവരെ, നമ്മള് നല്ലൊരു പാട്ട് കേട്ടു, നീ മധുപകരു എന്നുള്ള പാട്ട്. അച്ഛൻ അങ്ങനെ സ്റ്റുഡിയോയിലൊന്നും പാടിയുള്ള പരിചയങ്ങളൊന്നുമില്ല, എന്തെങ്കിലും കുറവുകളൊക്കെ കൊണ്ട് ക്ഷമിക്കുക അല്ലേ ചാ? സ്റ്റുഡിയോ ആദ്യമായിട്ടാണ്. അപ്പൊ കുറവുകളെ കൊണ്ട് ക്ഷമിക്കുക. കുറവുകളൊന്നും ഇല്ല, നന്നായിട്ട് തന്നെ പാടി. റാന്നിയൊക്കെ എങ്ങനെയുണ്ട്? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പാട്ട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അച്ഛനെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ. സെറ മീഡിയ നിങ്ങൾക്കുമാകാം താരം സീസൺ 2.